Dear students, Neet previous year questions ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ടുഡേ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അതിലെ ആദ്യത്തെ 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിലും 21 മുതൽ ടോട്ടലായിട്ടുള്ള 39 ക്വസ്റ്റ്യൻസ് വരെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. Here, the two containers A and B are partially filled with water and closed. The volume of A is twice that of B and it contains half the amount of water in B. If both are at the same temperature, the water vapor in the containers will have pressures in the ratio of. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പാർഷ്യൽ പ്രഷേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ടെമ്പറേച്ചറാണ്, അതല്ലാതെ അവിടുത്തെ മാറ്റർ അല്ല. അതുകൊണ്ട് തന്നെ അവയുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ ആൻസർ. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 22. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. The mean free path of a gas with a molecular diameter d and a number density n can be expressed as. So 1/√2 n pi d square. ഇത് വളരെ പ്രധാനപ്പെട്ട റിലേഷനാണ്, പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. So we can move with the question number 23. The value of gamma, the ratio of specific heats for hydrogen and hydrogen, helium, for hydrogen, helium and another diatomic X അങ്ങനെയാണെങ്കിൽ whose molecules are not rigid but have an additional vibrational mode. ഒരു മോഡ് എക്സ് എന്നുള്ളതിന് കൂടുതലാണ് എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ഹൈഡ്രജൻ്റെ കേസ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം ദ റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിലേഷനാണ് ആസ് 1+2/F എന്ന് നമ്മൾ പറയാം. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ഡയറ്റമിക് കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 5 ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ ഗാമ ഫോർ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1+2/5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7/5 എന്ന് നമുക്ക് പറയാം. സോ 7/5 ആണ് നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റായിട്ട് നമുക്ക് കിട്ടിയത്. രണ്ടാമത് ഹീലിയം എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ ഓർക്കുക, ഇതിനെ മോണോ എഡമിക് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ്. Therefore, the gamma for helium എന്ന് പറയുന്നത് 1+2/3 ആയിട്ട് വരുന്നു. So that is equal to 5/3. So that is the concept. ഇനി നമുക്ക് എക്സ് എന്ന് പറയുന്ന എലിമെൻറ്റിലേക്കാണ് നമുക്ക് വേണ്ടത്. ഇവിടെ പറയുന്നത് ഒരു ഡയോറ്റോമിക് ആകുമ്പോൾ ഉറപ്പായിട്ടും അത് 2 മാസസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഓരോന്നിനും ഓരോ വൈബ്രേഷണൽ മോഡ് ആഡപ്പ് ചെയ്യപ്പെടുമ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5-ൽ നിന്ന് അത് 2 ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്സ് ഫോർ എക്സ് എന്ന് പറയുന്നത് 1+2/7 ആയിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9/7. സോ നമ്മുടെ 3 എലിമെൻസിൻ്റെയും ഗാമ നമുക്ക് റൈറ്റ് ടു ബി ദ സെക്കൻഡ് ചോയ്സ്, ബി എസ് ദി ആൻസർ. We can go with the question number 24. A gas mixture consists of, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 moles of oxygen and 4 moles of argon. So keep in mind that is a diatomic and argon എന്ന് പറയുമ്പോൾ we know it is a monoatomic. Neglecting all vibrational modes, the total internal energy of the system is. ഇപ്പോൾ സാധാരണ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ബേസ് ചെയ്തിട്ട് നമുക്കറിയാം ഡിഗ്രീസ് ഓഫ് ഫ്രീഡവുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് U is equal to F/2 nRT. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ കൺസെപ്റ്റിന് 2 കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ഡ്യൂ ടു ഓക്സിജൻ പ്ലസ് റൂട്ട് ഓഫ് ഡ്യൂ ടു ആർഗോൺ. അപ്പം ഓക്സിജനുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഡയറ്റമിക് ആണെന്ന് നമുക്കറിയാം. സോ എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. സോ 5/2 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2 ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക, RT ആയിട്ട് നമുക്ക് പറയാം. ആർഗോണിൻ്റെ കേസ് എടുക്കുമ്പോൾ അതൊരു മോണോ അറ്റോമിക് ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് N എന്ന് പറയുന്നത്, F എന്ന് പറയുന്നത് 3 ആയിട്ട് നമുക്ക് കണക്കാക്കാം. നമ്പർ ഓഫ് മോൾസ് 4 ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. that much into RT.
So that is equal to 5 RT plus that is equal to 6 RT. So in total we can say 11 RT ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിരിക്കുക. We can say C as the answer. We can move with the question number 25. 1 mole of an ideal diatomic gas undergoes a transition from A to B along the path AB. The change in internal energy of the gas during the transition is. അപ്പോൾ അവിടെ നമ്മുടെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഡെൽറ്റ യു എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വി ക്യാൻ സേ F/2 ഇൻറ്റു NR ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈനൽ മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചറായിട്ട് നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ ഐഡിയൽ ഗ്യാസ് റിലേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ NR ഇൻറ്റു TF മൈനസ് TI എന്ന് പറയുന്നത് PF VF മൈനസ് PI VI ആയിട്ട് നമുക്ക് എഴുതാം. സോ നമുക്ക് ഈ ഗ്രാഫ് ബേസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ ഒരു ഡയറ്റോമിക് കേസ് വരുന്നത് കൊണ്ട് തന്നെ സോ വി ക്യാൻ സേ F എന്ന് പറയുന്നത് 2 ആണ്. വാട്ട് ഈസ് ദ ഫൈനൽ പ്രഷർ എന്ന് പറയുന്നത്? ഫൈനൽ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 2 കിലോയാണ്. സോ 2 ഇൻറ്റു K ഇൻറ്റു ദറ്റ് ഫൈനൽ വോളിയം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ മീറ്റർ ക്യൂബ് ആണ് 6 മൈനസ് ഇനിഷ്യലായിട്ടുള്ള പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 10 ക്യൂബ് ഇൻറ്റു ദെൻ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് 4 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 5/2 ഇൻറ്റു 10 ക്യൂബ് ഇൻറ്റു 12 മൈനസ് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20. സോ 12 മൈനസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു -8 ആയിട്ട് വരുന്നു. സോ 2 ആയിട്ട് ക്യാൻസൽ ആയാൽ വി ക്യാൻ സേ ആസ് -20 ഇൻറ്റു 10 ക്യൂബ് ജൂൾ. So that is equal to -20 kilojoule. So we get the answer as A as the choice. Number 26. The ratio of specific heats gamma in terms of degrees of freedom is that is a good concept. ഓർത്തിരിക്കുക, നമ്മുടെ in terms of നമ്മൾ specific heat capacity in terms of degrees of freedom പറയുന്ന വളരെ പ്രധാനപ്പെട്ട റിലേഷൻസ് ഇതാണ് N/2 + 1 ഇൻറ്റു R. അതേപോലെ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത് N/2 R. സോ വളരെ പ്രധാനപ്പെട്ട റിലേഷൻസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം ദ ഗാമ എന്ന് പറയുന്നത് 1 + 2/N ആയിരിക്കും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 27. 4 gram of gas occupies 22.4 liter at NTP. The specific heat capacity of the gas at a constant volume is 5 joule. If the speed of sound in this gas as NTP is 952, then the heat capacity at a constant pressure is so CP ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. C നമുക്ക് ഗാമ അറിഞ്ഞാൽ മാത്രമേ അത് സംഭവിക്കൂ എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ സ്പീഡ് ഓഫ് സൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് നമുക്ക് സ്പീഡ് ഓഫ് സൗണ്ട് തന്നിരിക്കുക? സോ ആ വാല്യൂ ഫോർ ദ സൗണ്ട് ഈസ് ഈക്വൽ ടു വി നോ ദ കൺസെപ്റ്റ് ആസ് ഗാമ പി ഡിവിഷൻ ബൈ റോ. നമ്മുടെ ഐഡിയൽ ഗ്യാസ് കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ ദാറ്റ് ഈസ് PV ഡിവിഷൻ ബൈ M ആയിട്ട് നമുക്ക് പറയാം. സോ അവിടെയും നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് PV എന്ന് പറയുന്നത് RT ഡിവിഷൻ ബൈ M ആയിട്ട് നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് ദ സ്പീഡ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒന്ന് സ്ക്വയർ ചെയ്തിട്ട് ഗാമയ്ക്ക് ഇക്വേഷൻ നമ്മൾ എഴുതിയാൽ വി ക്യാൻ റൈറ്റ് ടു ബി M/V² ഡിവിഷൻ ബൈ RT. സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ M. സോ M ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 4 gram എന്നാണ് പറയുക. സോ 4 × 10⁻³ into that velocity as 952 that much square division by that R, capital R is nothing but 8.3 into the temperature as at NTP, so 273 Kelvin. We get the value as 1.599 എന്ന് പറഞ്ഞാൽ 1.6 ആയിട്ട് വരുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 8/5 ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഗാമ എന്ന് പറയുന്നത് CP/CV ആണ്.
So അത് ബേസ് ചെയ്തിട്ട് we can find the value for Cp is equal to gamma times Cv. So that is equal to 8 by 5 times of Cv എന്ന് പറയുന്നത് ഇവിടെ 5 ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. So we get the value 8 ആയിട്ട് മാറുന്നു. So we can say D as the answer for the problem. So we can move with the question number 28. The mean free path molecules of a gas of radius r is inversely proportional to. നമുക്ക് അതിൻ്റെ ഡയമീറ്റർ സൈസായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് വി നോ 1/√2 പൈ ഡി സ്ക്വയർ ഇൻറ്റു എൻ. അപ്പോൾ ഇവിടെ അത് റേഡിയസിലേക്ക് മാറ്റുമ്പോൾ വി ക്യാൻ ഡയമീറ്റർ എന്ന് പറയുന്നത് 2r ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ആർ സ്ക്വയറിന് ഇൻവേഴ്സലി ആണ് എന്നുള്ള കാര്യം ഓർക്കുക. So that inversely proportional to r square B is the answer. Question number 29. The amount of heat energy required to raise the temperature of 1 gram of helium at NTP from T1 Kelvin to T2 Kelvin. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ്റെ ഹീറ്റ് എനർജി കൂട്ടണം എന്നുള്ള കൺസെപ്റ്റാണ്. സോ ഇൻറ്റേർണൽ എനർജി കൂട്ടണം എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എടുത്താൽ യു എന്ന് പറയുന്നത് വി നോ F/2 ഇൻറ്റു NR ഡെൽറ്റ ടി. സോ അതിനകത്ത് നമ്മളുടെ ഒരു കാര്യം കൂടെ നമുക്ക് വേണം, ഹീലിയമാണ്. അപ്പോൾ അത് മോണോ ആറ്റമിക് ആണെന്നുള്ള കൺസെപ്റ്റ് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഡിക്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ 3 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എത്രയാണ് നമ്പർ ഓഫ് മോൾസ് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മയിരിക്കട്ടെ. അത് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഹിയർ. കാരണം ഇവിടെ N6 ആണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ N എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഓർക്കുക. 1 ഗ്രാം ഓഫ് ഹീലിയമാണ് അല്ലേ. N എന്ന് പറയുന്നത് സ്മോൾ എം ബൈ ക്യാപിറ്റൽ എം അല്ലേ. അത് 1/, അപ്പോൾ 4 ആയിട്ട് നമുക്ക് മാറ്റി എഴുതാമല്ലോ. ഇൻറ്റു R ഇൻറ്റു ദാറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആസ് T2 മൈനസ് T1 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ R എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റൻറ്റിൻ്റെ ടേമിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ സോ 3/8 ഇൻറ്റു ദാറ്റ് KB സോ NKB is nothing but R, so into T2 minus T1 ആയിട്ട് നമുക്ക് എഴുതാം. So we can take D as the answer for the problem. We can move with the question number 30. The molar specific heat of an ideal gas at a constant pressure and volume are denoted by Cp and Cv respectively. If gamma is Cp/Cv and R is the universal gas constant, then Cv is equal to, so that is the concept here. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് CVയും CPയും നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ടത് ഗാമ എന്ന് പറയുന്നത് നമുക്കറിയാം Cp/Cv ആണ്. അതോടൊപ്പം തന്നെ Cp മൈനസ് Cv ആണ് നമുക്ക് R എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് Cpയെ നമുക്ക് വി ക്യാൻ റൈറ്റ് ടു ബി Cv പ്ലസ് R. So that is equal to Cv plus R division by Cv ആകുമ്പോൾ 1 plus R by Cv ആയിട്ട് മാറുന്നു. That is R by Cv എന്ന് പറയുന്നത് that is gamma minus 1. That is from that we can find the value for Cv is equal to, that is Cv is equal to R division by gamma minus 1. So that is the concept, and we get the answer as A choice. So we can move with the next question, number 31. The molar specific heat at a constant pressure Cp that is given as is equal to 7/2R. The ratio specific heat at a constant pressure to constant volume, that is gamma is equal to R. സോ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു റിലേഷൻ Cp എന്ന് പറയുന്നത് എപ്പോഴും ഗാമ ടൈംസ് R ഡിവിഷൻ ബൈ ഗാമ മൈനസ് 1. So that is given as a 7/2R. R cancel. ഒന്ന് ക്രോസ് ചെയ്താൽ 2 gamma is equal to 7 gamma minus 7. So we can say that 5 gamma take the values is equal to 7. So gamma is equal to 7/5. So we can take D as the choice for the problem. We can move with the question number 32. If gamma be the ratio specific heats of perfect gas, the number of degrees of freedom of a molecule of the gas is. അപ്പോൾ റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് ഗാമയാണെങ്കിൽ എഫ് എന്താണ്? അപ്പോൾ ഗാമ എന്ന് പറയുന്നത് 1 പ്ലസ് ദാറ്റ് 2 ഡിവിഷൻ ബൈ എഫ് ആണ്. നമുക്ക് എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 2/f എന്ന് പറയുന്നത് നമുക്ക് ഗാമ മൈനസ് 1 ആയിട്ട് പറയാം. എഫ് ഇസ് ഈക്വൽ ടു 2 ബൈ ഗാമ മൈനസ് 1. That means C as the answer.
So we can move with the question number 33. The decrease of freedom of a molecule of a triatomic gas. അപ്പോൾ ട്രൈ അറ്റോമിക് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് രണ്ട് കൺസെപ്റ്റ്സുകൾ വരാൻ സാധ്യതയുണ്ട്. ലീനിയർ ആയിട്ടുള്ള മോളിക്യൂൾസ്. ലീനിയർ മോളിക്യൂൾസ് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്പർ 3 ആണ്. സ്വാഭാവികപരമായിട്ടും 3 into 3 minus the number of constraints as a 2. So that is equal to 3 into 3 minus 2. So 9 minus 2 as a 7 degrees of freedom എന്ന് പറയാം. അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. അപ്പോൾ സ്വാഭാവികപരമായിട്ടും അതൊരു ട്രയാങ്കുലർ കൺസെപ്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 3 into 3 as 9 minus 3 constraints നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ we get the value as a 6 and we can say C as the answer. The number of translational decrease of freedom for a diatomic gas. ഒരു ഡയറ്റമിക് കണ്ടീഷൻ വരുന്ന സമയത്ത് നമുക്കറിയാം ദാറ്റ് ഡിക്രീസ് ഓഫ് ഫ്രീഡം ബിക്കംസ് 5 ആൻഡ് ഓൾസോ ഫോർ മോണോഅറ്റോമിക് വി ക്യാൻ സേ ആസ് 3. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഓർക്കുക. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 35. ഫോർ എ ഗ്യാസ് R by CV is equal to 0.67, the gas is made up of molecules with so we can say that as R by CV and CV is equal to 1 by 0.67 times of R, that is equal to, roughly we can say that is equal to 3 by 2 times of R. So that is a concept and we can say it is a monoatomic. And we can move with the question number 36. For hydrogen gas, Cp minus Cv is equal to A, and for oxygen, the relation between A and B is, both are diatomic cases, and Cp minus Cv is given as capital R. For 37, for a certain gas, the ratio specific heat is given as 1.5. For this gas, then what we can say, that is a question number 37. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സി വി എന്ന് പറയുന്നത് വി ക്യാൻ സേ ആർ ഡിവിഷൻ ബൈ ഗാമ മൈനസ് 1. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഡിവിഷൻ ബൈ 1.5 മൈനസ് 1, ഇറ്റ് ബിക്കംസ് 0.5, ദാറ്റ് ഈസ് ഈക്വൽ ടു 2R. അതേപോലെ സി പി എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി എസ് ഈക്വൽ ടു ഗാമ ടൈംസ് ഓഫ് ദാറ്റ് സി വി എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു gamma is 1.5 times of CV as a 2R. So that is equal to 3 times R ആണെന്ന് നമുക്ക് പറയാം. സോ ഇവിടെ കറക്റ്റ് വൺ സി വി അല്ല, സി പി നമുക്ക് കറക്റ്റായിട്ട് 3R. ദാറ്റ് ഈസ് ദ ആൻസർ. ബി എസ് ദി ആൻസർ. വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 38. 1 mole of an ideal monoatomic gas requires 207 joule heat to raise the temperature by 10 Kelvin when heated at a constant pressure. If the same gas is heated at a constant volume to raise the temperature by same 10 Kelvin, the heat required is. അപ്പോൾ Q at constant pressure and Q at constant volume. So we can say that Q at constant volume എന്ന് പറയുമ്പോൾ NCV delta T എന്ന് നമുക്ക് പറയാം. And at pressure we can say NCP into delta T. അപ്പോൾ നമുക്ക് ക്യു വി ബൈ ക്യു പി എന്ന് നമുക്ക് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സി വി ബൈ സി പി. മോണോ അറ്റോമിക് ഗ്യാസ് വരുന്ന സമയത്ത് നമുക്കറിയാം ഇറ്റ് ഈസ് 5/3. സോ സി പി ബൈ സി വി ബിക്കം 1 by Cp by Cv. Cp by Cv is 5/3. So we can say that is equal to 3/5. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് ക്യു വി ആണ്. സോ ക്യു വി ഈസ് ഈക്വൽ ടു 3/5 ടൈംസ് ഓഫ് ക്യു പി ആയിട്ട് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5 ടൈംസ് ഓഫ് 207. വി ഗെറ്റ് ദ ആൻസർ as 124 joule. So that is equal to D as the choice. See the last question, number 39. Look, a polyatomic gas with n degrees of freedom has a mean energy per molecule that is given as. നമുക്കറിയാം പെർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ദ എനർജി അസോസിയേറ്റഡ് എന്ന് പറയുന്നത് 12K into T എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു പോളി അറ്റമിക് കേസ് വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് 12 into NKT ആയിട്ട് നമുക്ക് പറയാം. സോ വി ഗെറ്റ് ദ ആൻസർ as C.
So that is a very important concept, the law of equipartition of energy. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. So dear students, nowadays more number of questions are from this kinetic theory of gases. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. Take care. God bless you.